ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സിൻ്റെ തിയറം 1.2. തിയറം പറയുന്നത് എന്താണെന്ന് നോക്കാം. ലെറ്റ് പി ബി എ പ്രൈം നമ്പർ. ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ വെയർ എ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അല്ലേ, എന്താണ് പറഞ്ഞേക്കുന്നത്? പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ. അതായത് എ സ്ക്വയറിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ എയെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വെയർ എ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നു. പ്രൈം നമ്പറായിട്ട് നമ്മൾ സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? ആൻസർ കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ഇത്രയാണ് തിയറം 1.2 പറയുന്നത്. പി ഡിവൈഡ്സ് എ സ്ക്വയർ ആണെങ്കിൽ 2 ഡിവൈഡ്സ് 4 സ്ക്വയർ ആണെങ്കിൽ 2 ഡിവൈഡ്സ് 4. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന തിയറം 1.3 പറയുന്നത് √2 ഈസ് ഇറാഷണൽ. √2 ഈസ് ഇറാഷണൽ എന്നാണ് നമ്മുടെ ഈ തിയറം പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കിന് പറയുന്ന പേരാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഈ മെത്തേഡിലാണ് നമ്മൾ √2 ഈസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് √2 ഈസ് ഇറാഷണൽ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും √2 ഈസ് റാഷണൽ. √2 ഈസ് റാഷണൽ. തിരിച്ച് ഇറാഷണൽ ആണെങ്കിൽ റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെയ്തു വരുമ്പം ലാസ്റ്റ് √2 ഈസ് ഇറാഷണൽ എന്ന് നമുക്ക് കിട്ടും. അതാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തെടുക്കുന്നു? √2 ഈസ് ഇറാഷണൽ എന്ന് എടുക്കും. √2 ഈസ് റാഷണൽ എന്ന് എടുക്കും. റാഷണൽ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q ഫോമിൽ എഴുതാം അല്ലേ? വെയർ Q നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ √2 ഈസ് റാഷണൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? √2 ഈക്വൽ ടു രണ്ട് നമ്പേഴ്സ് R/S എന്ന് ഞാൻ എടുത്തു. R/S എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. വെയർ S നോട്ട് ഈക്വൽ ടു 0. R ആൻഡ് S ആർ ഇൻറ്റിജേഴ്സ്. S നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, 3 സ്റ്റെപ്പായി അല്ലേ? 2 സ്റ്റെപ്പായി. റാഷണൽ ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ R/S എന്ന് എടുത്തു. ഇനി പറയുന്നത് ഈ R/Sനെ നമ്മൾ സിമ്പിളാക്കി എഴുതുമ്പോൾ ഒരു നമ്പർ നമുക്ക് കിട്ടും. അതായത് R/Sനെ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ R/Sനെ ഏതെങ്കിലും ഒരു കോമൺ നമ്പർ, ഞാൻ T എന്ന് എടുക്കുന്നു, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും A/B. R/Tയെ ഡിവൈഡ് ചെയ്യുമ്പോൾ A എന്ന് കിട്ടുന്നു. Sനെ T കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ B കിട്ടുന്നു എന്ന് നമ്മളങ്ങ് വിചാരിക്കും. അപ്പോൾ ഈ കിട്ടുന്ന ആൻസറിനെ എന്താണ്? A/B. ഈ A/Bയുടെ ഫാക്ടേഴ്സ് 1 മാത്രമേ ആകാം, വേറെ ഒന്നും ആവരുത്. അതായത് A×1 B×1. ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് എന്തായിരിക്കും? 1 മാത്രമേ ആകാവൂ. അങ്ങനാണെങ്കിൽ ഈ എയും ബിയെ നമ്മളൊരു പേര് പറയും. അതാണ് കോപ്രൈം. കോപ്രൈം എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആർ 1 only. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്പർ വെച്ച് പറഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 10. 15നും 10നെയും ഒരു കോമൺ നമ്പർ 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. ഈ 15/10ൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് 3/2. ഓക്കെ, ഈ 3/2ൻ്റെ കോമൺ ഫാക്ടേഴ്സ് 3ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോമൺ ഫാക്ടർ 1 മാത്രമേ വരത്തുള്ളൂ.
3/2 3 ഇൻറ്റു 1 ഇൻറ്റു 1. കോമൺ ഫാക്ടർ എന്താ? 1 മാത്രമേ വരൂ. അപ്പം നമുക്ക് ഈ 3/2നെ 3 എന്താണെന്ന് പറയാം? കോപ്രൈം എന്ന് പറയും. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പം √2 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? a/b, where a and b are coprime, where b not equal to 0. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോട്ടായിട്ട് എഴുതാം. അപ്പം ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ. √2 ഈസ് ഇറാഷണൽ എന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമ്മൾ √2 ഈസ് റാഷണൽ എന്നെടുത്തു. √2 ഈസ് റാഷണൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ √2നെ നമുക്ക് r/s എന്ന് പറയുന്ന ഒരു ഫോമിൽ എഴുതാം. ആറും എസും ഇൻഡിജേഴ്സ് ആണ്. എസ് നോട്ട് ഈക്വൽ ടു 0. ഇനി ആറും എസിനെയും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് a/b എന്ന് പറഞ്ഞ് ഒരു നമ്പർ കിട്ടും. അവിടെ എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആയിട്ട് എന്ത് മാത്രമേ വരൂ? 1 മാത്രമേ വരൂ. അങ്ങനെയുള്ളതിനെ നമുക്ക് എന്തെന്ന് പറയാം? കോപ്രൈം എന്ന് പറയാം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇത്രയും പറഞ്ഞതിന്റെ നമുക്ക് നോട്ട് ഒന്ന് എഴുതാം. തിയറം 1.3 √2 ഈസ് ഇറാഷണൽ. Let us assume to the contrary that √2 is irrational. So we can find integers r and s, where s not equal to 0, such that √2 equal to r/s. Suppose r and s have a common factor other than 1. Then we divide by the common factor to equal to a/b. A and b are prime, b not equal to 0. അപ്പം ഇത്രയും നമുക്ക് കിട്ടി. എന്ത് കിട്ടി? √2 ഈക്വൽ ടു a/b എന്ന് കിട്ടി. ഇവിടുന്ന് നമുക്ക് ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? √2 ഇൻറ്റു b ഈസ് ഈക്വൽ ടു a. ഓക്കെ ആണല്ലോ. ഇതിനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സ്ക്വയറിങ് ചെയ്യണം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. എന്ത് കിട്ടും? √2 ഇൻറ്റു b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ. √2ന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? √2 ഇൻറ്റു √2 ദാറ്റ് ഈസ് √4 ഈക്വൽ ടു 2. നമുക്ക് എന്ത് എഴുതാം? 2b² ഈക്വൽ ടു a സ്ക്വയർ. 2b² ഈക്വൽ ടു a സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? ഈ a സ്ക്വയറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? a സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഡിവൈഡ്സ് a സ്ക്വയർ. 2 ഡിവൈഡ്സ് a സ്ക്വയർ ആണെങ്കിൽ നമുക്ക് തിയറം വെച്ചിട്ട് എങ്ങനെ പറയാം? 2 ഡിവൈഡ്സ് a. അപ്പോൾ എഴുതണം ബൈ തിയറം 1.2. 1.2 എന്താണ് പറയുന്നത്? ലെറ്റ് p be a
prime number if p divides a square, then p divides a, where a is a positive integer. പ്രൂഫ് എഴുതുമ്പോൾ എപ്പോഴും നമ്മളൊരു സ്റ്റെപ്പ് എഴുതുമ്പം അതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ റീസൺ എഴുതണം. ഓക്കെ, അപ്പം ഈ തിയറം നമ്മൾ 1.2 എന്ന് പറഞ്ഞിട്ട് തിയറം എന്താണെന്ന് എഴുതണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയത്. അപ്പം 2b² = a² എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇതിന് നമുക്കൊരു ഇക്വേഷൻ നമ്പറും കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ 2b² a² എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? a² 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനാണെങ്കിൽ എയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് എഴുതാം. എയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു നമ്പർ കിട്ടും, സി അല്ലേ? ഇവിടുന്ന് നമുക്ക് ഈ 2നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a = 2c, where c is any positive integer. ഇത്രയൊക്കെ ആണല്ലോ. a = 2c എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയറിങ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? സ്ക്വയറിങ് ഓൺ both sides. സ്ക്വയർ a = 2c സ്ക്വയറിങ് ചെയ്യാം. സ്ക്വയറിങ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സ്ക്വയറിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a² = 4c² എന്ന് കിട്ടും അല്ലേ? a² = 4c². അപ്പം നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? a² = 4c² എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാം എന്നറിയോ? നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എഴുതിയത് ഓർമ്മയുണ്ടോ? 1 എഴുതി എന്തായിരുന്നു? 2b² = a². ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയ? a² = 4c². അതെടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കും. ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. രണ്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കാണിക്കാം. 2b² = a². ഇവിടെ നമുക്ക് 4c² = a². അപ്പോൾ a² ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. ഇക്വേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 2b² = 4c². ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു 2 ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ അല്ലേ? ഇവിടെ 2 പോവും, ഇവിടെ ഒരു 2 വരും. അപ്പോൾ എങ്ങനെ എഴുതാം? b² = 2c². b² = 2c² എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മീനിങ് b² 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതാം, 2 divides b². അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം വെച്ചിട്ട് എന്തെഴുതാം? 2 divides b by തിയറം 1.2. ഇത്ര എഴുതാമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ b² = 2c² നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. അപ്പം നമ്മുടെ ഇക്വേഷൻ നമ്പർ ഇതായിരുന്നു, 1 ഇതായിരുന്നു. 2b² = a² എന്നായിരുന്നു. ഇക്വേഷൻ നമ്പർ 2 എന്ത് വന്നു? 2c² = b². ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റിനകത്ത് എയുടെ ഒരു ഫാക്ടറാണ് 2. സെക്കൻഡിൽ നമുക്ക് എന്തെഴുതാം? ബിയുടെ ഒരു ഫാക്ടറാണ് 2. അപ്പം എക്കും ബിക്കും എന്തുണ്ട്? കോമൺ ആയിട്ടൊരു ഫാക്ടർ 2 വന്നു അല്ലേ? അതാണ് നമുക്കിത് കിട്ടിയത്. അപ്പം നമ്മൾ ആദ്യം എടുത്തത് എങ്ങനെയായിരുന്നു? എയും ബിയും കോപ്രൈം ആണ്. കോപ്രൈം ആണെങ്കിൽ അവയുടെ ഫാക്ടർ, കോമൺ ഫാക്ടർ 1 മാത്രമേ വരാൻ പറ്റൂ. പക്ഷെ നമ്മളിപ്പോൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്കും ബിയുടെയും ഫാക്ടർ എന്താണ്? 2 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമ്മൾക്ക് കോൺട്രഡിക്ഷൻ ആയില്ലേ? അപ്പം നമുക്ക് എന്തെഴുതാം? ഫ്രം 1 and 2 2 is the common factor of A and B. This
contradict the fact that A and B are co-prime. Co-prime അല്ലെന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ assumption wrong ആണ്. അപ്പോൾ എന്ത് എഴുതാം? Therefore our assumption is wrong. So root 2 is എന്തെന്ന് എഴുതാം? Is an irrational number. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബിക്കും എക്കും കോമൺ ഫാക്ടർ 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എന്താണ് കോമൺ ഫാക്ടർ 2 വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം എടുത്ത ഇത് റോങ് ആണ്, അതായത് കോപ്രൈം അല്ല എന്ന് നമുക്ക് കിട്ടി അല്ലേ? കോപ്രൈം അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഒരു റാഷണൽ നമ്പർ അല്ല എന്ന് എഴുതാം അല്ലേ? റാഷണൽ അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഇറാഷണൽ നമ്പർ എന്ന് എഴുതാം. അപ്പോൾ തിയറം റൂട്ട് 2 ഈസ് ഇറാഷണൽ എന്ന് പറയുന്ന തിയറം ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.